നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ ജ്യോതിഷ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് പറയുന്നത് വിഷുഫലമാണ്. 2026 വിഷുഫലമാണ് ഞാനിവിടെ പറയുന്നത്. അത് ഭരണി നക്ഷത്രക്കാരുടെ വിഷുഫലം. ഭരണി നക്ഷത്രക്കാർക്ക് ഈ വിഷുഫലമായി ഉണ്ടാവുന്ന കാര്യങ്ങൾ എന്താണ്, അതാണ് ഇവിടെ വിവരിക്കുന്നത്. അപ്പോൾ ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ആദ്യം തന്നെ ഒരു കാര്യം പറയാം. കാര്യം അവർക്ക് 7.5 ശനിയുടെ സമയമാണ് തുടങ്ങിക്കഴിഞ്ഞു. 7.5 ശനി. എന്നാൽ ആ 7.5 ശനിയുടെ ഒരു ഫലമല്ല ഞാനിവിടെ പറയുന്നത്. അതായത് സൂര്യൻ തൻ്റെ ഉച്ചരാശിയായ മേടൻ രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന സംക്രമ പുരുഷന്റെ ഫലമാണ് ഞാൻ പറയുന്നത്. മനസ്സിലായത്? അപ്പോൾ അത് ഇതിനെയൊക്കെ മറികടക്കാൻ സാധിക്കുന്നതാണ് സംക്രമ പുരുഷന്റെ ലക്ഷണം. അപ്പോൾ അതുകൊണ്ടാണല്ലോ നമ്മൾ വിഷുഫലം എന്ന് പറയുന്നത്. ഈ വിഷുഫലത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ് ഈ സൂര്യൻ തൻ്റെ മേടൻ രാശി, അതായത് ഉച്ചരാശിയാണ് സൂര്യൻ്റെ, അതിലേക്കാണ് പ്രവേശിക്കുന്നത്. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി കൂടുതലായിട്ട് പറയാം. 2026 ഏപ്രിൽ 14 2026 ഏപ്രിൽ 14 ചൊവ്വാഴ്ച രാവിലെ 9:34 ചതയം നക്ഷത്രത്തിൽ ഇടവൻ രാശിയിൽ സൂര്യൻ തൻ്റെ ഉച്ചക്ഷേത്രമായ മേടൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു, അതായത് പ്രവേശിക്കുന്നു. അന്നാണ് നാം വിഷു ആഘോഷിക്കുന്നത്. അപ്പോൾ സൂര്യൻ മേടൻ രാശിയിലേക്ക് സംക്രമിക്കുന്നതിൻ്റെ ഫലമായാണ് നമുക്ക് വിഷു ഉണ്ടാവുന്നത്. മനസ്സിലായ? അപ്പോൾ ആ സംക്രമിക്കുന്ന സമയത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് അശ്വതി മുതൽ രേവതി വരെയുള്ള പല നക്ഷത്രക്കാർക്കും ഏതെല്ലാം വിധത്തിൽ അനുഭവങ്ങൾ എങ്ങനെയെല്ലാം ഉണ്ടാകും എന്ന വിഷയമാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. അതായത് വിഷുഫലം. അതിപ്പോൾ നമ്മെല്ലാവരും വിഷുഫലം എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ. അപ്പം വിഷുഫലത്തിൻ്റെ കാര്യമാണ്. ഓരോ നക്ഷത്രക്കാർക്കും വിഷുഫലം എങ്ങനെ സ്വാധീനിക്കും എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ വിഷു സംക്രമ പുരുഷന്റെ ലക്ഷണം അനുസരിച്ചാണ് ഓരോ നക്ഷത്രക്കാർക്കും ഓരോ ഫലങ്ങൾ വരുന്നത്. അപ്പോൾ വിഷു സംക്രമ പുരുഷന്റെ ലക്ഷണങ്ങൾ എന്താണ്? അതിന് പഞ്ചാംഗ വിധി പ്രകാരമുള്ള ലക്ഷണമാണ് പറയുന്നത്. പഞ്ചാംഗ വിധി പ്രകാരം ഈ സംക്രമിക്കുന്ന ആ സംക്രമ പുരുഷന്റെ ഫലം, അതിനെയാണ് വിഷുഫലമായി നമ്മൾ പറയുന്നത്. ഇവർക്ക് പഞ്ചാംഗ വിധി പ്രകാരം ഈ ഭരണി നക്ഷത്രക്കാരെ പഞ്ചാംഗ വിധി പ്രകാരം ആദ്യ ഷഡ്ഗത്തിൽ ആണ് പെടുത്തിയിരിക്കുന്നത്. ആദ്യ ഷഡ്ഗം ഈ ആദിശൂലം, മധ്യശൂലം, അന്ത്യശൂലം, അതേപോലെ തന്നെ ആദ്യ ഷഡ്ഗം, മധ്യഷഡ്ഗം, അതേപോലെ അന്ത്യഷഡ്ഗം. ഇതിൽ 2 സെക്ഷനായിട്ടാണ് ഈ സംക്രമ പുരുഷന്റെ ലക്ഷണം പഞ്ചാംഗ വിധി പ്രകാരം പഞ്ചാംഗത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ ഭരണി നക്ഷത്രക്കാരെ ആദ്യ ഷഡ്ഗത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആദ്യ ഷഡ്ഗം എന്ന് പറയുമ്പോൾ അതിൽ 6 നക്ഷത്രങ്ങളാണ് വരുന്നത്. അതിലൊരു നക്ഷത്രമാണ് ഭരണി. ഇവരെ സംബന്ധിച്ച് വളരെ നല്ല ഒരു വിഷുഫലമാണ് ഇവരെ കാത്തിരിക്കുന്നത്. എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുവഴി ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും. ഞാൻ എല്ലാ ദിവസവും വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് അതിലുള്ള കമൻറ്റുകളും നിങ്ങൾ ഇടണം എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ചാനൽ നിങ്ങൾക്ക്
എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഇവരെ സംബന്ധിച്ച്, ഈ ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ സമയം, ഈ വിഷു ഫലം ആയിട്ട് മനസ്സിലുള്ള പല കാര്യങ്ങളും നടപ്പിലാക്കാൻ സാധിക്കുന്ന സമയമാണ് വിഷുഫലമായിട്ട് ഇവർക്കുണ്ടാവും. ഭൂമി വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഭൂമി വാങ്ങാൻ നടക്കുന്നതാണ്, അല്ലെങ്കിൽ ഭൂമി വാങ്ങാൻ കഴിയും. ഇവരെ സംബന്ധിച്ച് പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ഇവരെ സംബന്ധിച്ച് നടക്കുന്ന ഒരു സമയവും കൂടിയാണ് ഈ വിഷുഫലം. ഇവരെ ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് വിഷുഫലം സംബന്ധമായിട്ട് ഇവർക്ക് ഭൂമി വാങ്ങാൻ, അതോടൊപ്പം തന്നെ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും നല്ല ഒരു സമയമാണ്. അതുകൂടാതെ വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരെ സംബന്ധിച്ചും വാഹനം വാങ്ങാനും ഇവർക്ക് കഴിയുന്നതാണ്. ജോലി സംബന്ധമായ ഉയർച്ച ഉണ്ടാവുന്ന സമയമാണ് ഇവരെ സംബന്ധിച്ച്. ജോലി സംബന്ധമായ ഉയർച്ച ഉണ്ടാവും ഈ വിഷുഫലം ആയിട്ട്. സമൂഹത്തിൽ അല്ലെങ്കിൽ ജോലിയിൽ ഒരിക്കൽ പ്രമോഷൻ കിട്ടാനോ അല്ലെങ്കിൽ ജോലിയിൽ പല വിധത്തിലുള്ള ഒരു പ്രമോഷൻ അല്ലെങ്കിൽ ഉയർച്ച, ഇതെല്ലാം ഈ വിഷുഫലമായിട്ട് ഉണ്ടാവുന്നതാണ്. അത് ഉദ്യോഗസ്ഥരാണെങ്കിലും ശരി, ഇനി ഉദ്യോഗമല്ല വേറെ വിധത്തിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും ശരി, എല്ലാവരെയും സംബന്ധിച്ച് ഈ ഭരണിക്കാർക്ക് വിഷുഫലമായിട്ട് ജോലിയിൽ പുരോഗതി ഉണ്ടാവുന്ന സമയമാണ്. സമൂഹത്തിന്റെ ആദരവ് കിട്ടുന്ന സമയമാണ്. സമൂഹത്തിന്റെ ഒരു ആദരവ് ഇവർക്ക് കിട്ടും ഈ ഭരണി നക്ഷത്രക്കാർ. ഭരണപരമായ കഴിവുകൾ ഇവർക്ക് വന്നു ചേരും. ഏതെങ്കിലും സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് ഭരണത്തിൽ വരാനും, സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് ഭരണ സംബന്ധമായ കാര്യങ്ങളിൽ ഏർപ്പെടാനും ഭരണത്തിൽ വരാനും അതുപോലെ ഭരണത്തിൽ അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും കഴിയുന്ന ഒരു സമയമാണ് വിഷുഫലമായി ഉണ്ടാവുന്നത്. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനിടയുണ്ട്. കുടുംബത്തിൽ വിവാഹം പോലുള്ള മംഗളകർമ്മങ്ങൾ അല്ലെങ്കിൽ കുടുംബ സംബന്ധമായി മറ്റേതെങ്കിലും വിധത്തിലുള്ള മംഗളകർമ്മങ്ങൾ കുടുംബത്തിൽ നടക്കാൻ സാധിക്കുന്നതാണ്. ബന്ധുക്കളുമായി സഹകരണം ഉണ്ടാവും ഈ വിഷുഫലമായിട്ട്. പിണക്കങ്ങൾ മാറിക്കിട്ടുന്ന സമയമാണ്. അതായത് ആരെങ്കിലുമൊക്കെ ആയിട്ട്, ഇനി ബന്ധുക്കളായിട്ടാണോ സഹോദരന്മാരായിട്ടാണോ അല്ലെങ്കിൽ മറ്റ് ആരെങ്കിലുമൊക്കെ ആയിട്ട് പിണക്കങ്ങൾ ഉണ്ടെങ്കിൽ, അതായത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്ന ഒരു സമയവും കൂടിയാണ് ഈ വിഷുഫലമായി ഭരണി നക്ഷത്രക്കാർക്ക് ഉണ്ടാവുന്നത്. കാര്യങ്ങൾ പെട്ടെന്ന് നടക്കുന്ന ഒരു സമയമാണ്. അധികം താമസമൊന്നുമില്ല. ഒരു കാര്യം തീരുമാനിച്ചാൽ ആ കാര്യങ്ങൾ ഇവർക്ക് പെട്ടെന്ന് നടക്കുന്ന ഒരു സമയമാണ്. ഭരണി നക്ഷത്രത്തിന്റെ അധിപനാരാണ്? ശുക്രനാണ്. ഈ ഭരണി നക്ഷത്രത്തിന്റെ അധിപൻ ശുക്രനാണ്. അപ്പൊ ശുക്രൻ ആരാണ്? ഐശ്വര്യത്തിന്റെ ഗ്രഹമാണ്. അപ്പോൾ ഭരണി നക്ഷത്രക്കാർക്ക് ഈ വിഷുഫലമായി ഐശ്വര്യം ഉണ്ടാകും എന്നാണ് പറയുന്നത്. മനസ്സിലായ? ഭരണി നക്ഷത്രക്കാർ വിഷുക്കാലം പുരോഗതിയുടെയും ആഗ്രഹ സഫലീകരണത്തിന്റെയും വർഷമായിരിക്കും. അവർ വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും അവർക്ക് നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ്. ലക്ഷ്മി ദേവിയെ വെള്ളിയാഴ്ച ദിവസം പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ശുക്രനാണല്ലോ ഇവരുടെ ഭരണി നക്ഷത്രത്തിന്റെ അധിപൻ. അപ്പൊ ലക്ഷ്മി ദേവിയെ വെള്ളിയാഴ്ച ദിവസം ഭജിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് ഈ ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ച്. ഈ വിഷുഫലം കുറച്ചും കൂടി നല്ല നേട്ടങ്ങൾ തരാൻ അത് വഴി സാധിക്കുന്നതാണ്. അതുകൂടാതെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഇവർ ലളിത സഹസ്രനാമം ചൊല്ലുന്നത് വളരെ ഉത്തമമാണ്. ലളിത സഹസ്രനാമം ഇവർക്ക് ഈ വിഷുഫലമായിട്ട് സാമ്പത്തിക നേട്ടങ്ങളും ആഡംബര കാര്യങ്ങളിൽ ശ്രദ്ധയും ബന്ധുജന സമാഗമങ്ങളും വന്നു ചേരുന്നതാണ്. അതായത് അകലെയുള്ള ബന്ധുക്കൾക്ക്
ഇവരെ കാണാൻ വരാനോ അല്ലെങ്കിൽ അകലെയുള്ള ബന്ധുക്കളെ ഇവര് ചെന്ന് കാണാനോ അങ്ങനെ ബന്ധുക്കളുമായിട്ട് ഒരു സമാഗമങ്ങൾ നടത്താനൊക്കെ കഴിയുന്ന ഒരു ഫലമാണ് ഈ വിഷുഫലമായിട്ട് ഈ ഭരണി നക്ഷത്രക്കാരെ ഉണ്ടാവുന്നത്. അപ്പൊ ഇവരെ സംബന്ധിച്ച് ഈ വിഷുഫലം, ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് വിഷുഫലം വളരെ നല്ലതാണ്. അവരെ വിചാരിച്ച പല കാര്യങ്ങളും നേടാനും അതുപോലെ അവർക്ക് ജീവിതത്തിൽ പല നേട്ടങ്ങൾ ഉണ്ടാകാനും ഒക്കെ പറ്റിയ ഒരു സമയമാണ് വിഷുഫലമായിട്ട് ഈ ഭരണി നക്ഷത്രക്കാർക്ക് ഉണ്ടാവുന്നത്. ഈ ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ആദ്യം തന്നെ സൂചിപ്പിച്ചു ഞാൻ ഇല്ലേ, 7.5 ശനിയുടെ ഒരു തുടക്കമാണ്. എന്നിരുന്നാലും ഈ വിഷുഫലം അതിനെല്ലാം വച്ച് മാറ്റിവെക്കുന്ന ഒരു ഫലമാണ് ഇവിടെ ഉണ്ടാവുന്നത്. ഈ വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.